ഒരു വർക്കഹോളിക്കിന്റെ ഒരു ആൽക്കഹോളിക്കിന്റെ കൂടെയാണ് ആദ്യം കണ്ടപ്പോ ഹൈ എന്താണ് എന്നാണ് വിചാരിച്ചോണ്ടിരുന്നത് ആളെ പറ്റി. അടുത്ത ഇടപെട്ടപ്പോഴാണ് വായ്പ വരുന്നൊക്കെ കേട്ടപ്പോഴാണ് ദൈവമേ മെയിൻ ആയിട്ടുള്ള തോട്ടതല്ല. മെയിൻ ആയിട്ടുള്ള തോട്ടം എന്ന് പറയുന്നത് ആൽക്കഹോൾ. 75% ഇതിനോട് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും അല്ലേ? ക്യാമറ റൊമാൻസിലേക്ക് ടിഡിയുടെ ക്ഷീണമൊക്കെ മാറി വരുന്നു. റൊമാൻസിലെ ഫൈറ്റില് മാസ്റ്റർ വന്നിട്ട് ഒറ്റ ചവിട്ട്. ഇതിലൊരു സീനുണ്ട് കറക്റ്റ് ആയിട്ട് ഞാൻ തെറിച്ച് ബാക്കിലോട്ട് പോകുന്നത്. ശരിക്കും ആ ചവിട്ടിൽ ഞാൻ പാട് വെച്ചിട്ടില്ല. കാരണം എനിക്കത് അറിയില്ലല്ലോ. ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ ഫിലിം. 2-3 ആഴ്ച എനിക്ക് ആ വേദന, നെഞ്ചുവേദന. ആർഡിക്സ് നല്ല ഇടി വാങ്ങിച്ചു കൂട്ടിയതല്ലേ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഓ എവിടെ ഇതിനായിട്ട് ഒരു ചാക്കിന്റെ അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് 2-3 ദിവസം ചാക്കിന്റെ സെക്കൻഡ് ഡേ വരുമ്പോ ഇതിനായിട്ട് ആ ചാക്കിന്റെ അവിടെ തന്നെ ഉണ്ട്. തേർഡ് ഡേ വരുമ്പോഴും ഇതിനായിട്ട് അതേ ചാക്കിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിനായിട്ട് ചാക്കിന്റെ അടുത്ത് വേറെ പറഞ്ഞു എനിക്ക് പ്രൊമോഷൻ കിട്ടി. ചാക്കിന്റെ അവിടെ അല്ലാതെ പ്രൊമോഷൻ കിട്ടി. അപ്പൊ ഞാൻ നോക്കുമ്പോ അടുത്തൊരു ചാക്കോട് ഇതിനായിട്ട് ഇപ്പുറത്ത് അടിച്ചിട്ടേക്കുന്നത്. ഇപ്പുറത്ത് വേറെ ചാക്കി. ഫസ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു ടോപ്പിൽ നിന്ന് ചാടി മാത്യുവിനെ കെട്ടി പിടിച്ചിട്ട് മാത്യുവിന് ഉമ്മ കൊടുക്കുന്ന സീനാ. ഒരു ടേക്ക് 2 ടേക്കായി. അപ്പോഴൊക്കെ മാത്യു എന്നെ ഭയങ്കര സപ്പോർട്ട് ഉണ്ട്. നീ നേരത്തെ പറഞ്ഞ പോരെ, നീ ഇല്ലെങ്കിൽ നമുക്ക് മാറി നമുക്ക് റിയാക്ട് ചെയ്തിട്ട് വരാം എന്നൊക്കെ. ഞാൻ പടത്തിന്റെ പേര് പോലെ തന്നെയാണ് ഞങ്ങളെ സെറ്റ്. ഫുൾ റൊമാൻസ്. ഷൂട്ടിന് മുമ്പ് ക്യാരവനിൽ നമ്മൾ ആ പാട്ടും വെച്ച് ഡാൻസ് കളിച്ച് പൊളി അടിച്ചിട്ട് നമ്മള് ഇറങ്ങി ഷൂട്ട് ഇതിലോട്ട് പോകുന്നത്. അത് ഇവരൊക്കെ സിനിമക്കാരാണോ പോലും എനിക്ക് മറന്നുപോയി. മനസ്സിലായില്ലേ? പിന്നെ വാ ഇങ്ങനെ എഴുന്നേറ്റ് വാ ആ മൂടൊക്കെ. ഫസ്റ്റ് ഡേ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ എന്റെ ഫസ്റ്റ് ഷോട്ട് എനിക്ക് പേടിച്ചിട്ട് എനിക്കത് ഭയങ്കര പറഞ്ഞു തീർക്കട്ടെ എന്തിനാ ഇടയ്ക്ക് കയറുന്നത്. കാലാംബ്രോ. ഞാൻ ആ പടത്തിൽ അഭിനയിക്കാൻ മെയിൻ ആയിട്ട് പോകുന്നെ ഇതില് പോകുന്നു, ബേസിലേട്ടനെ മുട്ടുന്നു, അടുത്ത വട്ടത്തിൽ ഞാൻ നായകനോ ആ മുട്ടുകൊള്ള പോകുന്നത്. അത് അഭിനയിക്കുന്നത് ശരിയാവുന്നില്ല, പണി പാടില്ലോ. ബേസിലേട്ടൻ എന്നെ വിളിച്ച് 141 മില്യൺ അടിച്ചൊരു വീഡിയോ എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ കുറെ ചാൻസ് ചേട്ടാ എന്നെ ഒന്ന് ഡാൻസ് വീഡിയോയിൽ ഇതിലൊന്ന് കേട്ടാ ഡാൻസ് കളിക്കൂ. ചില സർപ്രൈസുകൾ ഉണ്ട്. പിന്നെ ഇവന്മാര് എവിടെ പോവാനാ? അതന്നെ നമ്മൾ ബ്രദർ അല്ലേ ഇതിനോട്ടാ റൊമാൻസ് സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ കൊച്ചി. ഹായ് ഹലോ നമസ്കാരം. ലൈഫ് നെറ്റ് ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു എബ്രഹാം. ബ്രൊമാൻസിൽ നിന്ന് 2 പ്രധാനപ്പെട്ട ആൾക്കാരെ നമ്മൾ ഇങ്ങോട്ട് പൊക്കിയിട്ടുണ്ട്. സ്വാഗതം ചെയ്യാം മിഥുൻ ആൻഡ് അംബരീഷ്. റൊമാൻസിലേക്ക് ടിഡിയുടെ ക്ഷീണമൊക്കെ മാറി വരുന്നു. ചവിട്ടി വീഴ്ചയിലാണ്. റൊമാൻസിൽ എനിക്ക് വന്ന മിഥുനെ കുറിച്ച് ഏറ്റവും ഹിറ്റ് അടിച്ചൊരു ഡയലോഗായിരുന്നു വർക്കഹോളിക് ആയിട്ടുള്ള ഒരാളാന്നുള്ളത്. ശരിക്കും ഭയങ്കര വർക്കഹോളിക് ആണോ? പണി കിട്ടിയ നമ്മൾ വർക്ക് ചെയ്യും, പക്ഷെ പണി കിട്ടലാണ് പണി. എന്നെ സംബന്ധിച്ച് പണി കിട്ടലാണ് പണി. അത്യാവശ്യം വർക്കഹോളിക്കല്ലേ? അത് വർക്കഹോളിക് എന്ന് പറയുന്ന ഒരു സാധനം ഇത്ര ഹിറ്റ് ആവുമെന്ന് വിചാരിച്ചോ ചെയ്തപ്പോ? ഇല്ല, ഞാൻ വിചാരിച്ചില്ല. പക്ഷെ അതല്ലേ എനിക്കൊന്ന് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ടോക്ക് ചെയ്തൊരു സാധനം അല്ലേ വർക്കഹോളിക് എന്നുള്ള. അതൊക്കെ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നാണോ അത് കൈ അത് സംഗീത ഡബിങ്ങില് സംഗീത കഴിഞ്ഞിട്ടുള്ള പ്രത്യേകത തന്നെ ചെയ്ത പടങ്ങളിലെ ഹിറ്റാ. ഇൻഡസ്ട്രിയിൽ ഹിറ്റ് സ്റ്റാർ അറിയപ്പെടുന്നതാണ് ഇതിനേട്ടൻ പറഞ്ഞത്. ഇൻഡസ്ട്രിയിൽ ഹിറ്റ് സ്റ്റാർ ആര്? ഒന്ന് ആലോചിക്കുക, ഇതിനോട് ചെയ്ത പടം ഹിറ്റാ. RDX, കിങ് ഓഫ് കൊത്ത, ബിരിയാണി കഴിഞ്ഞില്ലേ, ജനഗണമന, റൊമാൻസ് എല്ലാം ഹിറ്റാ. അപ്പൊ ഹിറ്റ് സ്റ്റാറിന്റെ കൂട്ടത്തില് സ്ക്രീൻ ഷെയർ ചെയ്തപ്പോൾ ഒരു ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യം കണ്ടപ്പം ഹൈ എന്താണ് എന്നാണ് വിചാരിച്ചോണ്ടിരുന്നത് ആളെ പറ്റി. പക്ഷെ അടുത്ത ഇടപെട്ടപ്പോഴാണ് വായ്പ വരുന്നൊക്കെ കേട്ടപ്പോഴാണ് ദൈവമേ ഇവരൊക്കെ ഇങ്ങനെയായിരുന്നു. പക്ഷെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഞങ്ങളായിരുന്നു എപ്പോഴും ഒരുമിച്ച്. ഇതിനേട്ടനെ ആദ്യം കാണുമ്പോ നമ്മൾ വിചാരിക്കും കുറച്ച് സീരിയസ് ക്യാരക്ടറാ, കുറച്ച് സീരിയസ് ലുക്കാ. കാരണം അങ്ങനത്തെ വേഷങ്ങളെ ഫസ്റ്റ് ഓഫ് ഓൾ മിഥുനേട്ടന്റെ മറ്റേ ഈ ഫിലിമിലെ വേഷങ്ങളൊക്കെ കുറച്ച് മേക്ക് ഓവർ ഒക്കെ വന്നിട്ടുള്ള ഒരു രൂപമാണ്. അല്ലാതെ കണ്ടപ്പോ അല്ലേ അതൊരു ഡൗട്ട് വരും. പിന്നെ ബഹുമാനത്തോടെ സംസാരിക്കുന്നത് നേരിട്ട് ഇങ്ങനെയല്ല. ക്യാമറയുടെ മുന്നിൽ ഞാൻ പൊതുവെ ക്യാമറയുടെ മുന്നിൽ എപ്പോഴും അല്ല, അതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നാലും ഞാൻ എന്റെ ജീവിതത്തിൽ 141 മില്യൺ അടിച്ചൊരു വീഡിയോ എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതെ അതെ ഇല്ല, അതാട്ടെ ഞാനും വിചാരിച്ചല്ല ആ വീഡിയോ അത്ര റീച്ച് ആവുന്നു. പക്ഷെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഇത് അത്യാവശ്യം റീച്ച് ആവുമെന്ന് മനസ്സിലായി. പക്ഷെ ഇങ്ങനെ നോർത്ത് മറ്റേ പാൻ ഇന്ത്യ തലത്തിലോട്ട് പോകുന്ന ഒട്ടും വിചാരിച്ചില്ല.
കാരണം എനിക്ക് വരുന്ന മെസ്സേജസും റിക്വസ്റ്റുകളും മെയിൻലി നോർത്തിൽ നിന്നും മറ്റേ ഹൈദരാബാദ്, ആന്ധ്ര, കർണാടക ആ ഒരു ഏരിയയിലോട്ടാണ് ഭയങ്കരമായിട്ട് തെറി. കാരണം അവിടുത്തെ പാട്ടല്ലേ ഇത്. അപ്പോൾ അവരങ്ങ് ഭയങ്കരമായിട്ട് സ്വീകരിച്ചു. കാരണം ഇതിനു മുമ്പ് 2 ട്രെൻഡ് നിൽക്കണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല 2 ട്രെൻഡും. അപ്പൊ അത് കഴിഞ്ഞാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതിന്റെ മുന്നിൽ 2 ട്രെൻഡ് ഉണ്ട്, അതിനെ നമ്മൾ കവർ ചെയ്തു എന്ന് മനസ്സിലാവുന്നത്. ഭയങ്കര സന്തോഷം. ഞാൻ കുറെ ചാൻസ് എടാ എന്നൊന്ന് ഡാൻസ് വീഡിയോയിൽ ഇതിനോട്ടൊക്കെ ചെയ്യിക്കണൊക്കെ ഉണ്ട് ഡാൻസ്. ഡാൻസ് കളിക്കൂ. പിന്നെ നമ്മുടെ മറ്റേ അല്ല നമുക്ക് 141 വേണ്ട, 1 മില്യൺ അല്ലെ ഒരു വീഡിയോ അല്ലെ, അതിന്റെ ഒരു ടെക്നിക്ക് അല്ല. പക്ഷെ അംബരീഷിനെ സംബന്ധിച്ച് മറ്റേ പഠിച്ചിട്ടുള്ള കളികളാ. എന്താ അറിയോ, മ്യൂസിക്കലി തുടങ്ങി, ടിക്ടോക്കില് പഠിച്ചു, പിന്നെ റീൽസിലെത്തിയപ്പോ തന്നെ അങ്ങോട്ട് വൈറൽ. എല്ലാ വീഡിയോസ് നോക്കുമ്പോ 22, 20 ടിക്ടോക്ക് കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് എടുത്തു. അത് ഞാൻ പറഞ്ഞ ടിക്ടോക്ക് എല്ലാം നമുക്ക് കുറച്ച് ചെയ്തതെല്ലാം ഫ്ലോയിൽ നിൽക്കുന്നത് എന്ന് പറയുന്ന പോലെ. പിന്നെ റീൽസിലോട്ട് വന്നപ്പോ എനിക്ക് പിന്നെയും ഒരു സ്റ്റാർട്ടപ്പിൻ്റെതായിട്ടുള്ള ആവശ്യമില്ലായിരുന്നു. മനസ്സിലായില്ലേ? കംഫോർട്ടായിരുന്നു എനിക്ക്. അപ്പോ ചിരിപ്പിക്കാന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. എനിക്ക് ആ മറ്റുള്ളവർ ചിരിയൊക്കെയാണെന്ന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ള തോട്ട്, എങ്ങനെ ആൾക്കാരെ ചിരിപ്പിക്കാന്ന്. മെയിൻ ആയിട്ടുള്ള തോട്ടതല്ല, പിന്നെന്താ മെയിൻ ആയിട്ടുള്ള തോട്ട് എന്ന് പറയുന്നത് ആൽക്കഹോൾ. കാരണം എന്താ അറിയോ, എല്ലാ വീഡിയോസിനും ഇവർ ഹിറ്റ് അടിച്ചിട്ടുള്ള വീഡിയോസിനകത്തെല്ലാം അതെന്നെ സംഭവം എന്ന് അറിയോ, ആൽക്കഹോൾ കാണിക്കുമ്പോ അതൊരു സ്ട്രാറ്റജി അല്ലേ. ഞാൻ പറഞ്ഞു ആൽക്കഹോൾ എല്ലാവർക്കും ഓൾമോസ്റ്റ് ഒരു 175% ഇതിനോട് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും അല്ലേ? അത് ഫ്രാങ്ക്ലി അല്ലേ? പിന്നെ പറയുന്നില്ല ക്യാമറ. അപ്പൊ അത് വെക്കൂ നിഷ്കു. അപ്പൊ അത് വെച്ചൊരു കണ്ടന്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് അങ്ങനെ ചെയ്തത്. ഒരെണ്ണം അത്രയും ഹിറ്റ് ആയപ്പോ പിന്നെ സ്ട്രാറ്റജി ഒരു എന്താ ഒരു ബൂസ്റ്റപ്പിന് വേണ്ടി ഇരുന്നോട്ടെ എന്ന് കരുതി. പക്ഷെ അതല്ലാത്ത വീഡിയോയും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത്, ഒരു വർക്കഹോളിക്കിന്റെയും ഒരു ആൽക്കഹോളിക്കിന്റെയും കൂടെയാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല, നമ്മൾ നോർമൽ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഡാൻസ് കളിക്കുന്നതാണ്, സ്റ്റെപ്പ് കളിക്കുന്നതാണ് ഓക്കെ. ഇത് ഓടിക്കൊണ്ടും ചാടിക്കൊണ്ടും ഞാൻ പറഞ്ഞിട്ട് ഈ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. നമ്മൾ ഈ ഡാൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് അടിച്ചിട്ടൊക്കെയാണ് വീഡിയോ ചോദിക്കാൻ വരുന്നത് ആണല്ലേ? എനിക്കറിയാം, നോട്ടം കണ്ടപ്പോഴേക്കും മനസ്സിലായി അടുത്ത ചോദ്യം അതായിരിക്കും അത്. അപ്പോ അതൊക്കെ ഡൗട്ട് ഉണ്ട്. സത്യമായിട്ടും അതങ്ങനെ യൂസ് ചെയ്തിട്ടേ അല്ല, സത്യമായിട്ട് അതങ്ങനെ യൂസ് ചെയ്തിട്ടേ അല്ല. പറയട്ടെ, ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെർഫെക്ഷനും ആ ഒരു സ്റ്റൈലും ആ ഒരു ഗ്രേസും ഒന്നും കിട്ടൂല കളിക്കുമ്പോ. ഇല്ലില്ല, ഒരിക്കലും കിട്ടൂല. എനർജിയും കിട്ടൂല, ഒരു എനർജിയും കിട്ടൂല. ഞങ്ങൾ രാവിലെ ഒരു ഷൂട്ടിന് കയറി കഴിഞ്ഞാൽ, ഞങ്ങൾ ഷൂട്ടിന് തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ വൈകുന്നേരം ആയിരിക്കും ഒറ്റ ഡാൻസ് ഒറ്റ സോങ് ചെയ്ത് ചേർക്കുന്നത്. അത്രയും ടൈം എടുക്കും. അത്ര ടൈം എടുക്കും. കൊറിയോഗ്രാഫി ആരായുന്നേ? ഞാൻ തന്നെ. ചില സർപ്രൈസുകൾ ഉണ്ട്. നിങ്ങള് സ്ഥിരം ഒരു ടീം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മള് കരിക്കിന്റെ വീഡിയോസിലെ ആൾക്കാരുടെ അടുത്തൊക്കെ പറയാറുണ്ട് അവര് വേറെ പ്രോജക്ട്സിൽ അസോസിയേറ്റ് ചെയ്യാറില്ല. അതുപോലെ നിങ്ങളുടെ പ്രോജക്ട്സിൽ അസോസിയേറ്റ് ചെയ്യുന്നവർ വേറെ വീഡിയോയിൽ പോവാറില്ല, പുതിയ ആൾക്കാരെ നിങ്ങൾ ആഡ് ചെയ്യാറില്ല. അതൊരു സ്ട്രാറ്റജി ആണോ? അതെ, അത് സ്ട്രാറ്റജി അല്ല. ഇത് കൂടെ ചെയ്യുന്ന എന്റെ കസിൻ, ക്യാമറ എടുക്കുന്ന എന്റെ കസിൻ, ഇത് സപ്പോർട്ട് ചെയ്യുന്ന എന്റെ കസിൻ, എല്ലാരും കസിൻസാ. പിന്നെ ഞങ്ങള് പിന്നെ ഇവന്മാര് എവിടെ പോവാനാ? അതന്നെ നമ്മൾ ബ്രദർ അല്ലേ മിഥുനേട്ടാ? ബ്രദേഴ്സ് ബ്രോമാൻസ് സാക്ഷി കേട്ടോ. ഇല്ല, മിഥുനേട്ടെ കൊണ്ട് അസൽ സാധനം ചെയ്യിക്കും. എന്നിട്ട് നമ്മുടെ ഈ ബ്രോമാൻസിലേക്കുള്ള വിളി അതെങ്ങനെയായിരുന്നു? നമ്മുടെ വീഡിയോ വൈറലായല്ലോ. അപ്പൊ ഞാൻ ഇതുപോലെ കുറെ ഇന്റർവ്യൂ കൊടുക്കുന്ന ടൈമിൽ ഒരു ചാനലിൽ കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ എനിക്ക് കുറെ കോൾ വരുന്നുണ്ട്, എനിക്ക് മനസ്സിലാണല്ലോ. എന്നിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് ടൈം വിളിച്ചപ്പം ഈ കുറെ കോൾസ് വന്നു. അല്ലല്ല, പല പല നമ്പർ. അപ്പം ഒരു 2-3 നമ്പർ ഞാൻ സ്കിപ്പാക്കി, വിളിച്ചില്ല. എന്നിട്ട് ഞാൻ പിന്നെയും കുറച്ച് നേരം ഇരുന്നപ്പോ ആ നമ്പറിൽ നിന്ന് ഒരു കോൾ പിന്നെയും വന്നു. ഞാൻ ഡയറക്ടർ വിളിച്ചാൽ മെസ്സേജ് ചെയ്യില്ലല്ലേ എന്ന് മനസ്സിലായില്ല. ഞാൻ ഇന്നപോലെ ഒരാളാണ് സംസാരിക്കുന്നത്. അപ്പം എന്റെ പ്യാലിയിലെ അതേ AD ആണ് എന്നെ വിളിച്ചത്. റൊമാൻസിനുള്ളത് രതീഷേട്ടൻ എന്ന് പറയും. ഇതിലുണ്ട് ചീഫ്. അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടാ ഡയറക്ടർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നീ റിപ്ലൈ ഒന്നും കൊടുത്തില്ലെന്ന്. ഞാൻ അപ്പൊ നോക്കുമ്പോഴാണ് അറിയത്. കാരണം ആ ടൈമിൽ ഈ വീഡിയോയും വൈറലായപ്പോ ഇഷ്ടം പോലെ റിക്വസ്റ്റുകൾ ഒന്ന് ബഗ്ഗായി പോയി ഇൻസ്റ്റ. എനിക്ക് മെസ്സേജ് കാണുന്നില്ല. എന്നിട്ട് ഞാൻ ആളുടെ അക്കൗണ്ട് എടുത്തിട്ട് നോക്കുമ്പോ റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ മറ്റേ ആ സീനായിരുന്നു. ഞാനപ്പോ കാണാൻ പോയപ്പോ എന്നോട് ആദ്യം പറഞ്ഞത് കാറിനകത്ത് വെച്ച് ഡാൻസ് കളിക്കുക ചോദിച്ചേ. ഇപ്പൊ എന്താ കാറിനകത്ത് വെച്ച് കളിക്കാം, എവിടെയാണെങ്കിലും കളിക്കാം. അപ്പം കുറച്ച് ഒരു 10 സീനോളം ഉണ്ട്, ഒരു സോങ്ങും ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത്രേ പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു എക്സ്റ്റെൻഡ് ചെയ്യാൻ
ചാൻസ് ഉണ്ട്, റോളൊക്കെ ചിലപ്പം നീട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, എന്നിട്ട് ഇറങ്ങി. അങ്ങനെയാണ് എൻ്റെ ഇതിലോട്ടുള്ള എൻട്രി. അപ്പോൾ ഫസ്റ്റ് മാത്യുവിനാണെങ്കിലും സംഗീതേട്ടൻ, അർജുൻ അശോക്, മഹിമ നമ്പീർ, ഇവരെല്ലാരും ആണെങ്കിൽ തന്നെയും എനിക്ക് ഒരു ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. ഇവരുടെ എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്ന തന്നെ ഭയങ്കര ടെൻഷനാണ്. അപ്പോഴാണ് അഭിനയിക്കുന്നത്. അപ്പം ഫസ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു ടോപ്പിൽ നിന്ന് ചാടി മാത്യുവിനെ കെട്ടിപ്പിടിച്ചിട്ട് മാത്യുവിന് ഉമ്മ കൊടുക്കുന്ന സീനാ. ഫ്രണ്ട്സ്, ഞങ്ങളത് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണല്ലോ. അപ്പോ ആ ഷോട്ടില് സത്യം പറഞ്ഞ ഇവരെ അന്ത ഡേ ആണ് ഞാൻ കാണുന്നത്. എനിക്കിത് ഇതിനു മുമ്പ് ഞാൻ ഒറ്റ പ്രാവശ്യം മിന്നാമ്പല എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളൂ. ഗ്രൂമിംഗ് ഒന്നും ഇല്ലായിരുന്നു. ഇല്ല, ഞാൻ വരിക, ഞാൻ വന്നിട്ട് ഫസ്റ്റ് ഞാൻ ഓടിപ്പോയി മാത്യുവിനെ ചാടി കയറി പോയി കെട്ടിപ്പിടിച്ച് ഉമ്മുക്കുക. ഈ സീൻ ഞാൻ എന്റെ മനസ്സിൽ വരുന്നത് എന്ത് ചെയ്യുമ്പോ ഞാൻ ഇനി ചാടിക്കും. ഞാൻ കുറച്ച് പിരിവിരിപ്പനാ. അപ്പൊ ഞാൻ ഇനി ചാടി കയറിട്ട് അവൻ ഓവറായിട്ട് ആയിപ്പോയാലോ. അപ്പൊ അങ്ങനത്തെ ഒരു ടെൻഷൻ എനിക്കുണ്ട്. ഞാൻ ചാടി കയറി ഇവനും കൂടെ മറിഞ്ഞു വീണാലോ എന്നൊരു ടെൻഷൻ കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. അങ്ങനെ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് എന്റെ ഫസ്റ്റ് സീൻ ചെയ്തത്. ഭയങ്കര ടെൻഷൻ. ടേക്കുകൾ പോയി, ഒരു ടേക്ക് 2 ടേക്കായി. അപ്പൊ എനിക്ക് ടെൻഷനുണ്ട്. എല്ലാരും ADJ, നമ്മൾ അരുൺ ഡി ജോസ് വിളിക്കുന്ന പവറിനേക്കാളും ADJ എന്ന് വിളിക്കുന്ന എന്തൊരു സാധനമുണ്ട്. പൊതുവെ ഇത്തിരി പരുക്കനായിട്ട് ആള് പ്രസന്റേഷൻ അല്ലേ? പൊതുവെ കുറച്ച് ഇൻട്രോവേർട്ടാ, അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ എനിക്ക് ടെൻഷനായി. ഇങ്ങനെ പിന്നെ ടേക്ക് പോകുമ്പോ ടെൻഷനായി. അപ്പോഴൊക്കെ ഇവ മാത്യു എന്നെ ഭയങ്കര സപ്പോർട്ട് ഉണ്ട്. നീ നേരത്തെ പറഞ്ഞ പോരെ, നീ ഇല്ലെങ്കിൽ നമുക്ക് മാറി നമുക്ക് റിയാക്ട് ചെയ്തിട്ട് വരാം എന്നൊക്കെ. ഞാൻ അതന്നെ ഇപ്പൊ എനിക്ക് ഭയങ്കര ഇതായി. എന്നിട്ട് പിന്നെയും ചെയ്തപ്പോ തെറ്റി. അപ്പോഴാണ് ADJ വന്നിട്ട് മാറ്റി തന്നെ ഹഗ് ചെയ്തിട്ട് നിനക്ക് ചെയ്യാൻ പറ്റും, ട്രൈ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ഹഗ് കഴിഞ്ഞ് ഞാൻ റെഡിയാക്കി. അതുവരെ എനിക്ക് ഞാൻ ഇട്ടേക്കുന്ന ഷൂ ആണോ എന്ന് പോലും അവർക്ക് അറിയില്ലായിരുന്നു. കാരണം എവിടെ നിക്കണേന്ന് പോലൊരു അറിയില്ലാതെ. ഓ, എനിക്ക് അത്രയും ആൾക്കാരുണ്ട്. ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷെ കുറെ ഗ്യാപ്പ് എടുത്ത് പിന്നെ വരില്ലേ. അതും ഇവരുടെ കൂടെ ആരൊക്കെ നിക്കുന്ന ഷാജോനേട്ടൻ, അച്ചുവേട്ടൻ, മൈമേച്ചി, മാത്യു, സംഗീതേട്ടൻ, പിന്നെ ഫുൾ ക്രൂ. പിന്നെ പടത്തിന്റെ പേര് പോലെ തന്നെയായിരുന്നു ഞങ്ങളെ സെറ്റ്. ഫുൾ ബ്രൊമാൻസ് ആയിരുന്നു. കാരണം എല്ലാവരും ഇപ്പം ഇതിനായിട്ട് നമ്മളൊക്കെ ഷൂട്ടിന് മുമ്പ് ക്യാരവാനിൽ ഇരുന്നിട്ട് നമ്മൾ ആ പാട്ടും വെച്ച് ഡാൻസ് കളിച്ച് പൊളി അടിച്ചിട്ട് നമ്മള് ഇറങ്ങി ഇതിലോട്ട് പോകുന്നത്. അതുപോലെ ഞങ്ങൾ എൻജോയ് ചെയ്തൊരു പടം. മെയിനായിട്ട് ഇവരൊക്കെ ഞാൻ ഫിലിമിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് കഴിഞ്ഞിട്ട് ഇവരൊക്കെ സിനിമാക്കാരാണോന്ന് പോലും എനിക്ക് മറന്നുപോയി. മനസ്സിലായില്ലേ? പിന്നെ ഇങ്ങ് എഴുന്നേറ്റ് വാ, ആ മൂടൊക്കെ മനസ്സിലായില്ലേ? ആ ഫിലിം അല്ലെങ്കിൽ സിനിമാ താരങ്ങൾ എന്നുള്ള ഒരു താരപരിവേഷം എന്ന് മാറി ബ്രദേഴ്സായി. പിന്നെ എല്ലാരും ഭയങ്കര ഫ്രണ്ട്സായി. ഈ ആർഡിക്സിലെ കുറെ ഫൈറ്റ് സീനൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം ചിലത് ഫണ്ണി ആയിട്ടുള്ള ഫൈറ്റ്, ഇപ്പം റൊമാൻസിലെ ഫൈറ്റ് ഒക്കെ ഫണ്ണി ഫൈറ്റ്, മറ്റേത് പക്ഷെ അങ്ങനല്ല. റൊമാൻസിലെ ഫൈറ്റ് ഇടയ്ക്ക് എനിക്കൊരു ചവിട്ട് കിട്ടിയിട്ട് 2-3 ആഴ്ച എനിക്ക് ആ വേദന, നെഞ്ചുവേദന. ഞാൻ ഹോസ്പിറ്റലിൽ പോയി, മെഡിക്കൽ കോളേജിലൊക്കെ പോയി, മസിൽ പെയിനൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഫൈറ്റ് റിയൽ ആണ് ഗൈസ്. ഫൈറ്റ് റിയൽ അല്ല, ഞാന് മറ്റേ പാട് വെച്ചില്ലായിരുന്നു ആ ടൈമില്. കോൺഫിഡൻസ് കൂടി പോയോ? അല്ല, ഞാൻ റിയൽസിലേക്കല്ലേ. മാസ്റ്റർ വന്നിട്ട് ഒറ്റ ചവിട്ട്. ഞാൻ ആ ചവിട്ടില് ഇതിലൊരു സീനുണ്ട്, കറക്റ്റ് ആയിട്ട് ഞാൻ തെറിച്ച് ബാക്കിലോട്ട് പോകുന്നത്. അത് ബൊപ്പണ്ണ വന്നിട്ട് ഒറ്റ ചവിട്ട് വരും. മാത്തിനൊന്ന് കിക്ക് ചെയ്തിട്ട് ഇവിടെ കിട്ടി എനിക്കൊരു ചവിട്ട് വരും. ശരിക്കും ആ ചവിട്ടിൽ ഞാൻ പാട് വെച്ചിട്ടില്ല. ഞാൻ വിചാരിച്ച ചെറുതായിട്ടൊരു ചവിട്ട് കിട്ടും. കാരണം എനിക്കിത് അറിയില്ലല്ലോ. ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ ഫിലിം ഈ സംഭവമേ ചെയ്യുന്നത്. അതിലും പാടയിൽ കൊണ്ടുതരണ്ട. എനിക്ക് സംഭവം അറിയില്ല. ഞാൻ പയ്യ ഒരു ആക്ഷനായിരിക്കും. നല്ല ഇടി വാങ്ങിച്ചു കൂട്ടിയതല്ലോ എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഓ എവട്ടെ, ഇതിനായിട്ടൊരു ചാക്കിന്റെ അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് 2-3 ദിവസം ചാക്കിന്റെ അടുത്ത് എണീറ്റിട്ട് വേണമല്ലോ എന്തെങ്കിലും പറഞ്ഞു. വില്ലൻ ഗ്യാങ്ങല്ലായിരുന്നോ? പിന്നെ ഞാൻ ആ മൂലക്ക് തന്നെ. അത് കണ്ടിന്യൂറ്റി നമുക്ക് ശരിക്കും പറയുന്ന സിനിമ പ്രശ്നമല്ലേ? അതായത് ഇപ്പം നിലത്ത് കിടക്കുന്ന സീനാണെങ്കിലും ഫൈറ്റ് ഒക്കെ നമ്മൾ 2-3 ദിവസം പോകും. നിലത്ത് തന്നെ കിടന്നല്ലേ ഒക്കത്തുള്ളൂ. അതേ ഒരാഴ്ച സീൻ നമ്മള് ഓപ്പോസിറ്റ്, നിങ്ങള് നായിക, ഞാൻ വില്ലനെ വെച്ച, നിങ്ങൾ എന്നെ അല്ല വില്ലന്മാരിൽ ഒരാളെന്ന് വിചാരിച്ചു. നിങ്ങൾ ഓടി വന്ന് എന്നെ അടിച്ച് ഞാൻ ഇവിടെ വീണ്. ഓക്കെ, ബാക്കി ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും. പോയി പിന്നെ അടുത്ത് അംബരീഷിനെ അടിക്കണം. അംബരീഷിനെ അടിച്ചിട്ട് 3 ഈ ക്യാമറ ഈ ചേട്ടന്മാരൊക്കെ അടിച്ചു വരണം വിചാരിച്ചു. ഇത്രയാൾ അടിച്ചു വരുന്നവരെ ക്യാമറ അടിയുമ്പോൾ 360 ഡിഗ്രി വരും. അപ്പൊ ഞാൻ ആദ്യം ആളവിടെ വരും. പിന്നെ എനിക്ക് പ്രൊമോഷൻ കിട്ടണം. അടുത്ത ആള് എനിക്ക് ജീവൻ വെച്ചൊന്ന് അടിക്കുന്നവരെ ഞാൻ അവിടെ തന്നെ 3-4 ദിവസമൊക്കെ എടുക്കും. അതെ, ഈ ഫിലിമിൽ അങ്ങനെ രസമുണ്ടത്. ഇതിനായിട്ട് അടിച്ചൊരു ചാക്കിന്റെ അവിടെ ഇടും. അപ്പൊ ഞാൻ സെക്കൻഡ് ഡേ വരുമ്പോ ഇതിനായിട്ട് ആ ചാക്കിന്റെ അവിടെ തന്നെ ഉണ്ട്. തേർഡ് ഡേ വരുമ്പോഴും ഇതിനായിട്ട് അതേ ചാക്കിലുണ്ട്.
അത് കഴിഞ്ഞിട്ട് ഇതിനോട് ചാക്കിനോട് പറഞ്ഞു എനിക്ക് പ്രൊമോഷൻ കിട്ടി, ചാക്കിനോട് അല്ലാതെ പ്രൊമോഷൻ കിട്ടി. അപ്പൊ ഞാൻ നോക്കുമ്പോ അടുത്തൊരു ചാക്കോട് ഇതിനോട് ഇപ്പുറത്ത് അടിച്ചിട്ടേക്കുന്നത്, ഇപ്പുറത്തെ ചാക്കി വില്ലൻ ഗ്യാങ്ങാണല്ലോ ഇവര്. അപ്പൊ ആ ഒരു ഇത് ഭയങ്കര രസമായിരുന്നു. സെയിം കോസ്റ്റ്യൂമും അല്ല നമ്മള് ചാക്കെന്ന് മറയുമ്പോ വൈറ്റ് ഷർട്ട് ഉള്ളിലിട്ടെ, അപ്പൊ അതില് ചെറിയ ചളിയാവുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മാറ്റി. ഓക്കെ, അപ്പൊ നമുക്കൊരു റൗണ്ടിലേക്ക് പോയാലോ. അതായത് ഇവിടുത്തെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ആക്ടേഴ്സിന്റെ പേര് പറയും. അപ്പൊ നിങ്ങൾ ആ ആക്ടർക്ക് ഒരു വിശേഷണം കൊടുക്കുക. അപ്പൊ ആദ്യം നമുക്ക് ഇതിനെടുത്ത് ചോദിക്കാം. പൃഥ്വിരാജ്, ഡെഡിക്കേറ്റഡ് അമേസിംഗ് സൂപ്പർ സ്റ്റാർ. അമ്പോ, ഇതിപ്പോ മൂന്നാണ് എനിക്ക് ഡയറക്ടറുടെ അല്ലേ? ഓക്കെ, അടുത്തത് മാത്യൂസ്. ലവ്ലി. അയ്യോടാ, മാത്യുവിന്റെ അടുത്ത പടത്തിന് വേറല്ലേ മാത്തിന്റെ ഭയങ്കര സ്നേഹമുള്ളവരാ. ശരി. ജയസൂര്യ. ഒരു കഥാപാത്രത്തിന് വേണ്ടി പുള്ളി എന്തും ചെയ്യും, ഏത് ലെവലിലും പോകും. ഞാൻ വൺ വേർഡാണ് ഗെയിം ചെയ്യാൻ ഇതാക്കുക. വെള്ളത്തിൽ ഞാൻ പോയപ്പം ഞാൻ മെക്കിമേ എടുക്കാൻ വേണ്ടി പോയത്. ഞാൻ അന്ന് പുള്ളിനെ കണ്ടത് VP സത്യനായിട്ടാണ് ഞാൻ കണ്ടത്. വെള്ളത്തിലല്ല, ക്യാപ്റ്റനിൽ. സോറി, ക്യാപ്റ്റനിൽ VP സത്യനായിട്ട് ഞാൻ പുള്ളിനെ കണ്ടത്. ആ സിനിമ കഴിയുന്നവരെ എനിക്ക് പുള്ളിനെ, ഞാൻ വിചാരിച്ചു പുള്ളി അങ്ങനെ തന്നെ ആയിരിക്കും പുള്ളിൻ്റെത്. അതിനുശേഷം ഞാൻ പിന്നെ പ്രൊമോഷൻ വേണ്ടി കണ്ടിട്ടുണ്ടായിരുന്നു സ്റ്റിലിൻ്റെതായിട്ട് പോയപ്പം. പിന്നെ ഞാൻ വെള്ളത്തിൽ ഫസ്റ്റ് ടൈം പുള്ളി കാണുന്നത് മുരളിയേട്ടനായിട്ട്. അതിൽ ക്യാമറമാൻ റോബി ചേട്ടൻ, ഓഫീസർ DOP, നമ്മുടെ കണ്ണൂർ സ്കോറിൻ്റെ ഡയറക്ടർ. പുള്ളി ജയേട്ടൻ ഫസ്റ്റ് ഡേ സെറ്റിൽ വന്നപ്പോൾ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടിയൻ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. പുള്ളി റോബി ചേട്ടൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് അധികം പോസ്റ്റ് ഇടാത്ത അല്ലെങ്കിൽ സ്റ്റോറിന്ന് അധികം ഷെയർ ചെയ്യാത്ത ഒരാളാണ്. പുള്ളി പറഞ്ഞത് കുടിയൻ സെറ്റിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ എനിക്ക് പുള്ളീനെ അത് കണ്ടപ്പം കൃത്യമായിട്ട് മുരളിയേട്ടനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പുള്ളീന്റെ നടപ്പും എല്ലാം അവിടെ ഇല്ല. അടുത്ത മേരി ആവാസനിൽ കണ്ടപ്പം ആ ഒരു ആർജ ശങ്കറായിട്ട് എനിക്ക് തോന്നിയത്. പുള്ളി ആ ഒരു കഥാപാത്രത്തിന് വേണ്ടി മാറുന്നത് എങ്ങനെയാന്നുള്ള സാധനം എനിക്കറിയില്ല. ഡെഡിക്കേഷൻ കൊടുക്കാം. അതെ, കൂടുതൽ എന്തെങ്കിലും പറയേണ്ടത് എനിക്ക് ഇംഗ്ലീഷ് അതാണ്. ഹരിഹരസുധൻ. സംഗീത് പ്രതാപ്. ഇന്റലിജന്റ്. അമ്പോ, ആണോ? ഭയങ്കര ബുദ്ധിമാനാ. ശരി ശരി. പെപ്പെ. അതും ഞാൻ ഡെഡിക്കേഷൻ തന്നെ കൊടുക്കുന്നു. പിന്നെ എനിക്ക് പുള്ളീന്റെ ജേർണി കൃത്യമായിട്ട് അറിയാം. പുള്ളി ഇപ്പം ദാവീദിന് വേണ്ടി പുള്ളിന്റെ ട്രാൻസ്ഫോർമേഷനും അതിന് മുമ്പ് പുള്ളി ഞാൻ കണ്ടിട്ടുണ്ട്. ദാവീദിന് വേണ്ടി ഞാൻ കണ്ടിട്ടുണ്ട്, ഓൺ സ്ക്രീൻ കണ്ടു. ഹെവി ഡെഡിക്കേറ്റഡ്. അതിനുവേണ്ടി പുള്ളീന്റെ സൈഡിൽ നിന്ന് പുള്ളി 100% ചെയ്തിരിക്കും. മഹിമ. ഭയങ്കര സ്വീറ്റ്. അതിന് സംഭവം ഞാൻ പറയട്ടെ. ഇവര് ഞാൻ പറഞ്ഞില്ല, ഞാൻ സ്ക്രീനിൽ കണ്ടിട്ടാണ് ഇവരെ കാണുന്നത്. ഇവർ ഞാൻ വിചാരിച്ച ആൾക്കാരെ പോലെ ഒന്നല്ല. ഇവര് ഭയങ്കര ഫ്രണ്ട്ലിയും, കാരണം ഭയങ്കര ചില്ലാണ്. നമ്മളോട് ആ ഒരു സീനിയോറിറ്റി പരിപാടീസ് ഒന്നും ഇല്ല. എല്ലാം ഒരുമിച്ച്, എല്ലാവരും ഒരുപോലെ. സെറ്റിൽ എല്ലാവരുമായിട്ടാണല്ലോ അങ്ങനെയാണ് എല്ലാം. കാരണം ഞാനിത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും. കാരണം നമ്മള് ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്തോ അതെ ഭയങ്കര ഇത് ലെവലിൽ വെച്ചിരിക്കുന്നത്. അതെ, അപ്പം അവര് നമ്മളോടൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുമോ എന്നൊരു ഡൗട്ട്. പക്ഷെ എല്ലാരും ഗുഡ് ഹ്യൂമൻ ബീയിങ്. ഷാജൻ ചേട്ടൻ. ഞാൻ എന്നോടാണോ? ഭയങ്കര ഫണ്ണില്ലേ, ഭയങ്കര ഒരു പുള്ളിയില്ലേ, പുള്ളി പ്രത്യേക ഒരു ഓറയാ പുള്ളിയുടെ അടുത്ത് നിൽക്കുമ്പോ. കാരണം ടൈമിങ്ങിന് കോമഡി വരുമ്പോണ്ടല്ലോ നമ്മള് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും. കാരണം ഒരു നമ്മളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞ് ഒരു ഇത്ര സെക്കൻഡ് കഴിഞ്ഞായിരിക്കും അവിടുന്ന് റെസ്പോണ്ട് കിട്ടുന്നത്. പക്ഷെ അത് പെർഫെക്റ്റ് അല്ലേ, പെർഫെക്റ്റ് ടൈമിങ്ങിൽ ആ സാധനം അവിടുന്ന് വരും. അതൊക്കെ ഷാജാന്റെ എക്സ്പീരിയൻസ്. നീരജ് മാധവ്. എനിക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഡെഡിക്കേറ്റഡ് ആണ്. പുള്ളിയും ഡെഡിക്കേറ്റഡ് ആണ്. പുള്ളി നീരജിനെ കുറിച്ച് ഡെഡിക്കേറ്റഡ് തന്നെ പറയാനുള്ളത്. കാരണം ആ ഡെക്സിന് വേണ്ടി പുള്ളി എടുത്ത് ഫോർട്ട് ഒരു രക്ഷയില്ല. പുള്ളി നമ്മളൊരു ഫൈറ്റിന്റെ ഒരു പ്രാക്ടീസ് സെക്ഷനിൽ പുള്ളി കാല് ട്വിസ്റ്റ് ആയി. അങ്ങനെ പുള്ളിക്കറിയാം. അപ്പം അൻവർ മാസ്റ്ററാണ് നമ്മുടെ ഇതെടുക്കുന്നത്, ഫൈറ്റ് എടുക്കുന്നത്. അപ്പം അന്ന് കുറേ എക്യുപ്മെന്റ്സും കുറേ നമ്മളെ അതർ സ്റ്റേറ്റ്സിൽ നിന്നൊക്കെ കൊണ്ടുവന്ന എക്യുപ്മെന്റ്സും കാര്യങ്ങളും ടെക്നിക്കൽ സൈഡിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിക്കറിയാം പുള്ളി അത് വേദനയായിട്ട് പുള്ളി നിന്ന് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ ഷൂട്ടിംഗ് പ്രോസസ്സ് ഡിലേ ആവും. ബ്രേക്ക് കഴിഞ്ഞാൽ അവരുടെ ഡേറ്റും ലോകേഷ് സാറിൻ്റെ പടം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡേറ്റും പ്രശ്നമെന്നൊക്കെ അറിയുന്നുണ്ട്. പുള്ളി ഒരു ഫ്രണ്ട് ഡോക്ടറെ സെറ്റിലേക്ക് വിളിച്ച് അവിടുന്ന് ഗ്യാപ്പ് കിട്ടുമ്പോൾ പോയി അതിൻ്റെ പരിപാടികളൊക്കെ ചെയ്ത് സെറ്റ് ഒരു ഡോക്ടറൊക്കെ വെച്ചിട്ട് ആണ്. അപ്പം പുള്ളി ബാക്കി മുടങ്ങാതിരിക്കാൻ ഡെഡിക്കേറ്റഡ് തന്നെ. ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ആളാ, പക്ഷെ ഭയങ്കര ഭയങ്കര ജെന്റിൽമാനാ. അംബരീഷ്. അടുത്തിരിക്കുന്ന എന്ത് പറയും എന്നാണ് ആലോചിക്കുന്നത്. എങ്ങനെ ഞാൻ പൊക്കി പറയും? ആൾക്കാർ വിചാരിക്കും ഗുഡ് ബ്രദർ. ഓക്കെ. മിഥുൻ. ഗുഡ് ബ്രദർ. രണ്ടുപേരും ബിഗ് ബ്രദർ.
ബിഗ് ബ്രദർ സംഭവം പറയാം. മിഥുനേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഈ എള്ളിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനത് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പം ക്രിഞ്ചൊക്കെ അങ്ങനത്തെ ഒരു മൂഡിലോട്ട് മാറും. കാരണം വെച്ചാല് ഭയങ്കര ഒരു എളിമയാ. ഇപ്പൊ ഒരു ആളോട് എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ അവരെ രസിപ്പിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അറിയാം. ഇയാളോട് സംസാരിച്ച് നമ്മള് മൂഡ് ഓഫ് ആകുന്ന പരിപാടി ഇല്ലേ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ ബോറൻ ക്യാരക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഭയങ്കര ഒരു എൻജോയ് വൈബ് ആയിരിക്കും. ഇത്ര പറഞ്ഞില്ലേ ബുക്ക്, ഞാൻ എന്നോട് വെറും ഒരു ബ്രദർ എന്ന് പറഞ്ഞു ഇത്രയും ഡയലോഗ് അടിച്ചില്ലേ. അല്ല, എന്റെ എലിമ പറയുമ്പോ എലിമയ്ക്കൊരു ചെറിയ പ്രശ്നം. എന്റെ കൂട്ടുകാരൻ പറഞ്ഞു, എടാ നീ ഇത്ര എളിമ വേണ്ട, മറ്റുള്ളവർ ഇത് വിചാരിക്കും നീ ഫേക്കാന്ന് വിചാരിക്കും. ശരിയാ. RDX ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അപ്പൊ അതിലേക്ക് വിളിച്ചതാരാ, എങ്ങനെ അതിലേക്ക് എത്തിയത്? അതിലേക്ക് വെച്ചാൽ നഹാസ് ഇതായത് എന്റെ റൂംമേറ്റ് ആയിരുന്നു. ബാംഗ്ലൂർ കാലത്താ? അല്ലല്ല, ഇവിടെ എറണാകുളത്ത്. അപ്പം അവൻ എന്നോട് ക്യൂനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ക്യൂനിൽ ഞാൻ അഭിനയിച്ചപ്പോൾ എന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ ആ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അവൻ. അപ്പൊ അന്ന് മുതൽ നമ്മള് തുടങ്ങിയാണ് ബന്ധം. അപ്പൊ അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ചാണ് പാലാരിവട്ടത്ത് റൂമെടുത്ത് താമസിച്ചുകൊണ്ടിരുന്നത്, ഞങ്ങളും കുറച്ച് കൂട്ടുകാരെല്ലാരും കൂടി. അപ്പോൾ അവൻ ഡെയിലി ഓരോ സ്ഥലത്ത് കഥ പറയാനും ഓരോ ആൾക്കാരെ കാണാനും പോകുമ്പോൾ ഞാൻ ഓരോ ആൾക്കാരത്ത് ചാൻസ് ചോദിക്കാൻ വേണ്ടി പോയി. ഞാൻ അവൻ ഒരു ഫസ്റ്റ് പടം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെറിയ കോവിഡൊക്കെ വന്നുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായത് മുന്നോട്ട് പോയില്ല. പിന്നെ രണ്ടാമത്തെ പടം RDX. അങ്ങനെ RDX-ൽ അവൻ ചിലപ്പം അതിലൊരു പരിപാടി ഉണ്ടാവും. നമുക്ക് എപ്പോഴും കൂടുതൽ ആൾക്കാരോട് ഒരു പരിധി വിട്ടിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അപ്പൊ കാരണം അവന് നോ പറയാൻ ബുദ്ധിമുട്ടായിരിക്കാം. റിജക്ട് ചെയ്താൽ എനിക്ക് പ്രശ്നമില്ല, റിജക്ഷൻ കുഴപ്പമില്ല. പക്ഷെ എന്നാൽ പോലും അറിയുന്ന ആൾക്കാർക്ക് അവർ നമ്മോട് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതൊരിത്. പിന്നെ ഡാൻസർ എങ്ങനെ ആ റോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ക്വീനിൽ ഇവന് ആക്ച്വലി ഇവൻ നമ്മൾ ഈ ഇന്റർവ്യൂ കാണുന്ന പോലെ മാത്രമല്ല, ഭയങ്കര ആക്റ്റീവാണ്, അടിപൊളിയായിട്ട് അഭിനയിക്കും, കോമഡിയൊക്കെ നന്നായി ചെയ്യുന്ന ആളാണ്. ഡാൻസ് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. എന്നുവെച്ചാൽ ഭീകര ഡാൻസർ എന്നല്ല പറഞ്ഞത്, പക്ഷെ ഡാൻസ് കളിക്കാൻ ആ ഒരു തുള്ളി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ആദ്യം കുറച്ചൊരു ഒരു മടിയ ഒരു സാധനം എങ്ങനെയാ കളിച്ച് ശരിയാവുന്നൊക്കെയുള്ള സാധനമുണ്ട്. അങ്ങനെ ക്വീനിൽ ഞാൻ കാരണം നമ്മൾ ജൂനിയേഴ്സും സീനിയേഴ്സും ഉള്ള കുറച്ച് കോമ്പിനേഷൻ ഡാൻസ് ഒക്കെ ഉണ്ട്. ആ ടൈമിൽ ഞാൻ പറയണം അങ്ങോട്ട് പോകണ്ട, നമ്മൾ വെറുതെ നാണം കേടുന്നു. അപ്പം നമുക്ക് ഫ്രണ്ട് റോളിൽ നിന്ന് ഡാൻസ് കളിക്കാണ്ട് ഒരു ചാൻസ് ഏറ്റവും പുറകിലായി നമ്മൾ സ്റ്റെപ്പ് ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ നാസും അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. നീ കാരണമാണ് എനിക്കത് കിട്ടിയെന്നൊക്കെ പറഞ്ഞത് നമ്മള് അവർ കാരണം. അപ്പോൾ ഈ RDX തുടങ്ങുന്നതിന് കുറച്ച് ദിവസം പോകാൻ പറഞ്ഞാ ഇതിലൊരു ക്യാരക്ടർ ഉണ്ട്, ഡാൻസറാണ് പറഞ്ഞത്. ഡാൻസർ മാത്രമല്ല, ഡാൻസ് മാസ്റ്റർ. ഡാൻസ് മാസ്റ്റർ ഞാൻ പറഞ്ഞു. ഓക്കെ, അവൻ പറഞ്ഞു എടാ വേഷമുണ്ട്, നീ നല്ലോണം കളിച്ചാ നീ ഒരു ഡാൻസറാവും, കുറച്ചുകൂടി ബെറ്ററായി കളിച്ചാൽ ഒരു ഡാൻസ് മാസ്റ്റർ ആയിട്ട് തോന്നിയാ അത് നിനക്ക് പ്ലസ്. പക്ഷെ നീ നല്ലോണം കളിച്ചില്ലെങ്കിൽ ആ സീന് എനിക്ക് ഇങ്ങനെ കൊണ്ടുപോകണ്ടെന്ന് അറിയാം, ബാക്കി നിന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞ് ഒറ്റ വാക്ക് പറഞ്ഞിട്ട് പോയി. ഞാൻ പെട്ട് എന്ത് പെട്ട്. അപ്പൊ അളിയന്നത് പണ്ടത്തെ ദേഷ്യം കൊണ്ട് തന്നാണോ ഡാൻസർ ആക്കിയാണെന്ന് എനിക്ക് അറിയില്ല. 1-2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവൻ പറഞ്ഞു നീ ചെയ്ത ഇതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞു. നമ്മൾ കൂടുതൽ ആൾക്കാർക്കായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത്. അപ്പം അവൻ ഓക്കെ നീ ഇത് ചെയ്, നന്നായിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു രക്ഷയില്ല. 1-2 ദിവസം ഞാൻ അങ്ങോട്ട് എന്ത് ചെയ്യും എന്നുള്ള ഡൗട്ടിലായി. അപ്പൊ നമ്മുടെ ക്യൂനിലെ അശ്വിൻ അനുരാഗ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി കുറച്ച് ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സാഗർ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞാ എനിക്ക് സാഗറിന്റെ നമ്പർ തരാന്ന് വിളിക്കുക പറഞ്ഞു. പോയി അവിടെ പോയപ്പോ വലിയ ആൾക്കാരെ കളിപ്പിക്കുന്ന അതിന്റെ കൂടെ ഞാൻ ഒരു രക്ഷയില്ല. കൂടെ കളിക്കുന്ന നമുക്കൊരു അപ്പൊ അവൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോന്ന് ചോദിച്ചു. അവൻ പറഞ്ഞ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ ആ ക്ലാസ്സിൽ വന്നോട്ടെ. അപ്പൊ കുട്ടികളെ നമ്മളൊന്ന് ജഡ്ജ് ചെയ്യാൻ നിൽക്കൂല. കുട്ടികൾ കളിക്കുന്നു, അമ്മയെ വെള്ളം എന്ന് പറഞ്ഞ ബാക്കോട്ട് പോകും. ആ പാരന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടാവും, വെള്ളം കുടിക്കുന്ന വന്നിട്ട് അവർ കളിക്കുന്നത്. 2 റോ കുട്ടികളുണ്ട്. ഈ കുട്ടികളെ ബാക്കിൽ നിന്ന് ഇവര് പഠിപ്പിച്ച് സ്റ്റെപ്പ് ചെയ്യാൻ പഠിക്കുന്നു തുടങ്ങി തുടക്കം. അങ്ങനെ ആ സ്റ്റെപ്പ് പഠിച്ച് പിന്നെ നെക്സ്റ്റ് ഈ വലിയ പെട്ടെന്ന് സീന ഓർമ്മ അതിനെക്കാട്ട് കഷ്ടമായിരുന്നു. അതുകൊണ്ട് ചുമ്മാ പറയട്ടെ, നല്ല അടിപൊളി ഈ റൊമാൻസിൽ ഇത് നമ്മുടെ ഈ ഫിലിമിൽ തന്നെ അന്നത്തെ കാര്യം പറഞ്ഞേ. മുന്നേ മുമ്പ് ഡാൻസ് കളിക്കാൻ അറിയാൻ പറ്റായിരുന്നു. അറിയില്ലടാ സത്യം. നീ വീഡിയോ കാണിച്ചു പ്രൊഫഷണൽ അല്ലായിരുന്നു. അങ്ങനെ ബാക്കിൽ കളിച്ചപ്പോൾ എനിക്കൊരു പോയിന്റ് മനസ്സിലായി. ഓക്കെ, ഇനി കുറച്ച് മറ്റവരോട് വലിയ ആൾക്കാരോട് കളിക്കാം. കാരണം അവരോട് കളിച്ചാണ് മെല്ലെ ആ ഒരു സാധനം കളിച്ചപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി. അപ്പം പറഞ്ഞ അളിയാ കുഴപ്പമില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. പറഞ്ഞാൽ ഓക്കെ എന്നാ സെറ്റ് എന്നൊക്കെ പറഞ്ഞ്. എത്ര സമയം കിട്ടി പ്രിപ്പയർ ചെയ്യാൻ? ഞാനൊരു 3 മാസം
3 മാസം പ്രിപ്പയർ ഇട്ട് അതിനിടയ്ക്ക് പാവം പെപ്പേന്റെ കൈ ഒന്ന് ഡിസ്ലൊക്കേറ്റ് ആയി. അപ്പൊ ആ ചാൻസും കൂടി ഞാൻ ഫുൾ ഡാൻസ് പ്രാക്ടീസ് അവൻ ബെഡ് റെസ്റ്റ്, ഞാൻ ഡാൻസ് പ്രാക്ടീസ്. ഇതിനും ആർഡിക്സിന് മുമ്പ് ഡാൻസ് കളിക്കാത്തൊരു പേരോട് അത് കളിച്ചത്. കാരണം പൊസിഷനിങ് ഒക്കെ ഇല്ലേ, ചാടി നിൽക്കുന്ന പരിപാടീസ് ഒക്കെ, അതൊക്കെ ഭയങ്കര. ആ ഷൂട്ട് അന്നാണ് കണ്ടത് ഞാൻ ഡാൻസ്. അതുവരെ ഞാൻ പഠിക്കുന്ന അങ്ങോട്ട് വരാന്നൊക്കെ പറഞ്ഞു, ഭാഗ്യത്തിന് തിരക്കായിട്ട് പോകും. ഇതിലിപ്പം ഈ ബ്രൊമാൻസിലേക്ക് തന്നെ ഞാൻ ADJ ഞാൻ ആദ്യം കുറച്ച് ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സിനെ ഉണ്ടാക്കി വെച്ചിരുന്നു, ഇവരൊക്കെ ഞാൻ പോയിട്ട് അപ്രോച്ച് ചെയ്യണമെന്ന്. അപ്പൊ ADJന്റെ പേര് ലിസ്റ്റിലുണ്ടായിരുന്നു. ജോജോ അല്ല, ഞാൻ ജോജോ ഒക്കെ കഴിഞ്ഞ് ശേഷം പാരലൽ എന്റെ വീടിന്റെ ബസ് സ്റ്റോപ്പ് ഒരു 4 ബസ് സ്റ്റോപ്പ് 4-5 ബസ് സ്റ്റോപ്പ് കഴിഞ്ഞാണ് പുള്ളിന്റെ വീട്. പക്ഷെ എനിക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. ഞാൻ എടാ ADJ നമ്പർ എന്തെങ്കിലും, എടാ നീ നോക്ക്, നീ വേണമെന്ന് ആലോചിക്കുന്നൊക്കെ പറയുന്നുണ്ട്. വേറെ കുറച്ച് ആൾക്കാർ എന്താ ചെയ്യാ, എന്നാ പിന്നെ വേണ്ടല്ലേ, കാരണം എനിക്ക് അങ്ങനെ സംസാരിച്ച ഒരാളെ കൺവിൻസ് ചെയ്യാനൊന്നും പറ്റൂല എന്ന് വർക്ക് കാണിച്ചു കൊടുത്തിട്ട്. അപ്പം ഒരു ദിവസം എനിക്ക് ADJ എനിക്ക് ഇൻസ്റ്റയിൽ ഇങ്ങോട്ട് മെസ്സേജ്, ഓക്കെ ഡു യു നോ കന്നഡ? സത്യം കന്നഡ ഒക്കെ മറന്നു. ബട്ട് ഐ നോ വെരി വെൽ. നമുക്ക് പണ്ടൊരു ഡയലോഗ് തന്നാ ഡയലോഗ് കാണാപ്പാടം പഠിച്ച് കന്നഡ പറയല്ലാണ്ട് നമ്മൾ അങ്ങനെ രീതിയിൽ നമുക്ക് അതിന്റെ ഒരു ഇത് ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോയി ഞാനൊരു ചെറിയൊരു വീഡിയോ ഉണ്ടാക്കി ഞാൻ അങ്ങോട്ട് അയച്ചെടുത്ത്. ഞാൻ വേറൊരു പടത്തിന് എനിക്ക് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു, അതിനുവേണ്ടി ഉണ്ടാക്കിയൊരു വീഡിയോ ആയിരുന്നു. മലയാളം കന്നഡം കൂടി സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ അയച്ചപ്പോ ഓക്കെ റെഡി ആക്ഷൻ പുള്ളി അപ്പം തന്നെ. അപ്പൊ ഞാൻ പുള്ളിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പേടിച്ച ഒരാളായിരുന്നു ഞാൻ. പുള്ളി എനിക്ക് എനിക്ക് മെസ്സേജ് വന്നു. അത് ഞാൻ അങ്ങനെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പം വർക്ക് ചെയ്തതിൽ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയ, ഐ മീൻ എന്റെ സർക്കിളുള്ള ഡിജോ ചേട്ടൻ്റെ, പ്രജേഷ് ചേട്ടൻ്റെ, നാസുണ്ട്, ഇതിന് പുറത്ത് ഞാൻ വർക്ക് ചെയ്ത് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് എപ്പം വേണമെങ്കിലും എനിക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളായി ADJ. അപ്പം ഇനി റൊമാൻസ് 2 വരാൻ സാധ്യതയുണ്ടോ? റൊമാൻസ് 2 ADJയോട് ചോദിക്കേണ്ടി വരും. നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ജനഗണമന 2 അതിനെ കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ്? ഒന്നുമില്ല, എല്ലാരും അറിയാന്ന് പറയാത്ത ഇതില് ബിസിയാണ്. അപ്പം ഇതിന്റെ സിനിമ അല്ലെ RDX ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, സിനിമയിലേക്കുള്ളൊരു വരവ് എങ്ങനെയായിരുന്നു? ഭയങ്കര വലിയ ജേണി. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഏത് വയസ്സിൽ ട്രൈ ചെയ്തു തുടങ്ങി? ഞാനൊരു 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുമ്പോൾ നമ്മളെ മാതൃഭൂമി പേപ്പറിൽ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞൊരു കോളുണ്ട്. അതിൽ ബാലതാരങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞൊരു, അപ്പൊ അതിൽ കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ വീടിനടുത്തുള്ള ബാബുട്ട് എന്ന് പറഞ്ഞ ഓട്ടോറിക്ഷ പുള്ളിയാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ ഇല്ലൻഡിൽ ഒരു കല്യാണ ആൽബത്തിന് ഒരു ഫോട്ടോ എടുത്ത് അയച്ചത്. എനിക്ക് അപ്പം മെയിൻ നടക്കുന്ന തിരുവനന്തപുരം ഭാഗത്താണ് ഈ ടെലിവിഷൻ്റെ ഒക്കെ. അപ്പൊ എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നോ സീറ്റിൽ അതൊന്നും അറിയില്ല. അപ്പൊ വീട്ടിൽ നമ്മളെ പണ്ടത്തെ പെട്ടി TV-യാ. അപ്പൊ ഇതിനുള്ള എങ്ങനെയെങ്കിലും വരണം, അത് മാത്രമേ അറിയായിരുന്നു. പിന്നെ എൻ്റെ അച്ഛനും ഭയങ്കര അഭിനയിക്കാൻ ആഗ്രഹമുള്ള ആളാണ്. അച്ഛൻ ചെറുപ്പത്തിൽ അച്ഛൻ 1-2 പടത്തിലേക്ക് ചെറുതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓംപുരി സാറെ പുരാവൃത്ത് എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. അപ്പൊ അത് വയനാട്ടിൽ നിന്നാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ ഈ അമ്പലത്തിന്റെ ക്രൗഡിലൊക്കെ ആയിട്ട് അച്ഛനുണ്ട്. അപ്പൊ അച്ഛനെ പണ്ട് വീഡിയോ കാസറ്റ് കൊണ്ടുവന്നിട്ട് ഇത് കാണിക്കും, കാണിക്കും. അപ്പൊ അങ്ങനെയൊക്കെ എവിടേക്കോ തോന്നിയതാണ്. പിന്നെ അങ്ങനെ പെട്ടെന്ന് കുറച്ച് ഫിനാൻഷ്യൽ ഇതിനൊക്കെ ഒരു കുറച്ച് ഇതിലായി. അപ്പൊ പെട്ടെന്ന് ജോലി വേണമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു കോഴ്സിന് ചേർന്നു. ബാംഗ്ലൂരായിരുന്നു എനിക്ക് ജോലി കിട്ടിയത്. അപ്പൊ ഞാൻ അവിടെ ട്രൈ ചെയ്യാൻ തുടങ്ങി കുറേശ്ശെ. അപ്പൊ അവിടെ 7 കൊല്ലം ഞാൻ ട്രൈ ചെയ്ത് ഒരു 5-6 സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കന്നഡ സിനിമ. ഫസ്റ്റ് തന്നെ കണ്ടുള്ളൂ, വേറെ പരിപാടി ഒറ്റ കറത്തിലാണ് റൊമാൻസിൽ മറ്റേ ട്രാൻസ്ലേറ്റർ ആയിട്ട് സെലക്ട് ചെയ്തത്. അറിയാം പരീക്ഷണ ഞാൻ പറഞ്ഞു. ഡയലോഗ്സ് എഴുതുന്ന പഠിക്കാൻ മാത്രം ഒരു സെറ്റപ്പ് പഠിച്ചു. ഒരു 7 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് സ്ഥിരം കിട്ടുന്ന റോളുകൾ സെയിം റിപ്പീറ്റ് ആവുന്നു. എപ്പോഴും വില്ലന്റെ കൂടെ ഉള്ള ക്യാരക്ടറാണ്, പക്ഷെ വലിയ പരിപാടിയൊന്നുമില്ല, കത്തിയെടുത്ത് കൊടുക്കുക. എപ്പോഴും അസിസ്റ്റന്റ് ആണെങ്കിൽ കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി കിട്ടുമ്പോൾ ഒരു രസം ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നുമില്ല, റിപ്പീറ്റ് ആവാൻ തുടങ്ങി. നായകന്റെ കൂടെയും നായകനോട് പ്രപ്പോസ് ചെയ്യുമ്പോൾ റോസപ്പ് എടുത്ത് കൊടുക്കുക, ഇതന്നെ സ്ഥിരമായി. പിന്നെ ഇപ്പോഴാണ് നമ്മുടെ കന്നഡ സിനിമ കുറച്ചുകൂടി നമ്മുടെ ആൾക്കാരൊക്കെ കാണാൻ തുടങ്ങി. അപ്പൊ അതിനു മുമ്പ് ഞാൻ നിർത്തി. തിരിച്ചിട്ട് എന്ത് ചെയ്യുന്നു വിചാരിച്ചപ്പോൾ 7 കൊല്ലം വേസ്റ്റ് ആയല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഓക്കെ ശരി കുഴപ്പമില്ല, മലയാളത്തിൽ പോയി ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മലയാളത്തിലേക്ക് ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആദ്യം ഒരുപാട് ഓഡീഷൻ അറ്റൻഡ് ചെയ്തു. പക്ഷെ എനിക്ക് കിട്ടിയ സിനിമ ക്വീൻ ആയിരുന്നു. ക്വീൻ കിട്ടി, നൈസായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പൊ ഈ 7 കൊല്ലം വർക്ക് ചെയ്തപ്പോൾ എനിക്കൊരു സാധനം മനസ്സിലായി, അഭിനയം മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് ടൈം എടുക്കും. അപ്പൊ എങ്ങനെയും ടെക്നിക്കൽ സൈഡിലും വർക്ക് ചെയ്യാന്നൊരു ഡിസിഷൻ ഞാൻ എടുത്തു. അങ്ങനെ ഞാൻ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ സിനിമയിൽ ക്യാമറയെ പറ്റി ഒരു പണി അറിയാതെ ഞാൻ മേക്കിംഗ് വീഡിയോ എടുക്കാൻ പറ്റും. ലേഡീസും ചേട്ടൻ്റെ കൂടെ ക്യാമറ
മേക്കിംഗ് വീഡിയോ എടുക്കാൻ വേണ്ടി ചേർന്നു. അപ്പം പ്രജേഷ് ചേട്ടനൊക്കെ മനസ്സിലായി ഇവന് വേറെന്തോ ഉദ്ദേശം കൊണ്ടാണ് വന്നത്, എന്തായാലും ഈ പരിപാടി ഇവനെ അറിയില്ല, ഉദ്ദേശിച്ചതല്ല. ഇതിൽ മനസ്സിലായി. അപ്പൊ അങ്ങനെ പാരലലി ബിഹൈൻഡ് ദ ക്യാമറ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെ. കുറച്ച് പടങ്ങളൊക്കെ മേക്കിംഗ് വീഡിയോയും സ്റ്റിൽ അസിസ്റ്റന്റ് ഒക്കെ ആയിട്ട് ചെയ്തു. അതിന് കൂടെ ഇങ്ങനെ പിന്നെ അതിനുശേഷം വെള്ളം, ജനഗണമന, കാപ്പ, അങ്ങനെ കുറച്ച് പടങ്ങൾ കിട്ടി. അങ്ങനെ അങ്ങനെ ഇപ്പൊ ആ ഒരു പരിപാടിയായിട്ട് പോകും. അപ്പൊ ഈ നമ്മൾ കന്നഡയിൽ കുറെ അഭിനയിച്ചല്ലോ, ഇപ്പൊ മലയാളത്തിൽ അമ്മയെന്ന് വിളിക്കുമ്പോ തമിഴിൽ പോയിട്ട് അമ്മേ എന്ന് വിളിക്കണം എന്ന് പറയുന്ന പോലെ അവിടെ എക്സ്ട്രാ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? അത് നമ്മള് ഒരു സീൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. പിന്നെ ഏകദേശം ഒരു സീന് ഷൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ ടെമ്പോ നമുക്ക് മനസ്സിലാവും. പിന്നെ ഒരു കൂടുതൽ ആൾക്കാർക്ക് ഒരു പേസ് നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം പരിപാടി കിട്ടും. ഓക്കെ, ഇത് ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു പരിപാടിയാന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് ഇങ്ങനെ പോയി. ഇപ്പം നിങ്ങൾ സീക്രട്ട് ഓഫ് വുമൻ കണ്ടതല്ലേ, അത് ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു പരിപാടിയാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ പറയുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. ഓവർ ഇതിൽ ചാടിക്കാതെ ഞാൻ മാത്രം ചാടുന്ന ഒരാളായിട്ട് ഉണ്ടാവും. ആ പടത്തിന്റെ ബേസ് എല്ലാവരും ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആണ്. അങ്ങനെ ചെയ്യിപ്പിക്കാൻ മിഥുന്റെ അടുത്ത് പറയുമ്പോഴും വളരെ മൈൽഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് അല്ലേ? പിന്നെ ഉറപ്പായിട്ടും പുള്ളി സ്വന്തം സ്വഭാവം പോലല്ല, ഭയങ്കര പാവമാണ്. പ്രജേഷ് ചേട്ടന്റെ ഇപ്പം അനു പറഞ്ഞിട്ടുണ്ട്, ജയേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളി നമ്മളൊരു സീന് നറേറ്റ് ചെയ്ത് നമുക്ക് തരുമ്പം ഭയങ്കര എന്താ പറയാ, നമുക്കത് ഓവർ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് പോകാൻ, ഐ മീൻ ആ ക്യാരക്ടർ ആവാൻ വേണ്ടി അധികം സ്ട്രെയിൻ എടുക്കേണ്ടി വരില്ല. പുള്ളി നമ്മളെ കൂടി ഇരുന്ന് നൈസായി നമ്മളെ കൺവിൻസ് ആ സിറ്റുവേഷനിലാക്കും. അപ്പം ആ ഒരു ജേണിയും കൂടി എന്നെ അതിലേക്ക് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പുള്ളി ഫസ്റ്റ് ഡയറക്റ്റ് ചെയ്ത പടം ക്യാപ്റ്റൻ, അതിന് ഞാൻ മേക്കിംഗ് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് പോയത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പം അത് ഞാൻ എനിക്ക് മേക്കിംഗ് വീഡിയോ എടുക്കുന്നതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും ഗുണം എന്ന് വെച്ചാൽ സെറ്റിൽ എവിടെ വേണമെങ്കിലും പോവാം, ഏത് റൂമിലാണോ ഷൂട്ടിങ്, എവിടെയാണ് നമുക്ക് ക്യാമറയുടെ സൈഡിലോ എവിടെ വേണമെങ്കിലും പോയി നിൽക്കാം. അപ്പം പുള്ളി ജയേട്ടനായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, പുള്ളി അനുവായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, സിദ്ദിഖ് സാറായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നൊക്കെ എനിക്ക് നേരിട്ട് കാണും. ഇവരതെങ്ങനെയാണ് ഓൺ സ്ക്രീനിൽ കൊണ്ടുവരുന്നതെന്ന് കാണും. ആ പ്രോസസ്സും ഞാൻ വൃത്തിയായിട്ട് കണ്ടു. അതിനുശേഷം ഈ പടം തിയേറ്ററിൽ വന്നപ്പോൾ എങ്ങനെയാന്നുള്ള സാധനം ഞാൻ പഠിച്ചു. അപ്പൊ ഓട്ടോമാറ്റിക്കായി ഓക്കെ, ഇത് കുറച്ചും കൂടി പരിപാടി ഉണ്ട്, ഇങ്ങനെയല്ല എന്നുള്ളൊരു സാധനമൊക്കെ മനസ്സിലാക്കി ഞാൻ കുറേശ്ശെ ലേൺ ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു. മിഥുന്റെ സെറ്റിൽ ഇങ്ങനെ ഇതിനൊരു സീനിയോറിറ്റി മിഥുനേട്ടൻ കാണിച്ചിട്ടില്ല. അത് എന്നെ ഭയങ്കരമായിട്ട്, കാരണം ഞാൻ ആദ്യം കമ്പനി ആവുന്നത് പുള്ളിയേട്ടാ. കാരണം നമ്മൾ ഈ ഇതിൽ പടത്തിലൊക്കെ കണ്ടിട്ട് നമുക്ക് നേരിട്ട് കാണുമ്പോൾ നമുക്ക് കുറച്ച് ഇതായിരിക്കും മിണ്ടാനും. പക്ഷെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഒരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ആളാ. അതുകൊണ്ടായിരിക്കും ഇപ്പോഴും പഠിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനല്ലോ, സീരിയസ് ആയിട്ട് പറഞ്ഞു. ഇപ്പൊ ഓരോ ഇപ്പൊ അടുത്ത് കിട്ടുമ്പോ എനിക്ക് സത്യം പറഞ്ഞ പേടിയാ. ഫസ്റ്റ് ഡേ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ എന്റെ ഫസ്റ്റ് ഷോട്ട് എനിക്ക് പേടിച്ചിട്ട് ഞാൻ ആ ഒരുമാതിരി അവസ്ഥയിലായിരിക്കും. ഏതാ ഫസ്റ്റ് ഷോട്ട്? മറ്റേ പുള്ളി മറ്റേ സെക്യൂരിറ്റിനെ അടിക്കുന്നത്. അപ്പൊ അതിന് തിരിഞ്ഞു നോക്കുന്നത്. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഡേ ഭയങ്കര, പക്ഷെ പേടി പുറത്ത് കാണിക്കാറില്ല. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര പേടിയാ. അതിനെക്കാട്ടും പേടിച്ച ഈ ത്രൂ ഔട്ട് ക്യാരക്ടർ ഇട്ടുമ്പോ ഓക്കെ, ഒരു പടത്തില് ഒരു സീനൊക്കെ അഭിനയിക്കാൻ ഇടയ്ക്ക് പോകും. ഇപ്പൊ പൊന്മാനില് എനിക്കത് ഭയങ്കര പൊന്മാനില് ബേസിൽ എന്ന് പറയുന്ന ആള് അതുവരെ നമ്മളിങ്ങനെ ഹീറോ ആയിട്ട് നിൽക്കുവാണ്. ആളുടെ ഒരു നിസ്സഹായാവസ്ഥ ശരിക്കും മനസ്സിലാവുന്നത് ഇയാളുടെ ക്യാരക്ടർ വരുമ്പോഴാണ്, ഇതിന്റെ ക്യാരക്ടർ വരുമ്പോഴാണ്. കേറി അങ്ങോട്ട് വന്നിട്ട് മേഞ്ഞിട്ട് പോവാന്നൊക്കെ പറയുന്ന പോലത്തെ സീനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അല്ലേ? ശരിക്കും നമുക്ക് പേടിയായി. പറഞ്ഞു തീർക്കട്ടെ, എന്തിനിടയ്ക്ക് കാളാംബ്രോസ്. അപ്പൊ അത് ഡയറക്ടർ പറഞ്ഞു ഇത്രയും പവറിൽ നല്ല അടിയിട്ട് കൊടുത്തോളം പുള്ളി പറഞ്ഞു പവർ വേണം ഈ സീൻ ഇങ്ങനെയാന്ന് പറഞ്ഞപ്പോ എനിക്ക് അവിടുന്ന് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് കുറച്ച് കൺഫ്യൂസ്ഡ് ആയി. അപ്പൊ നോർമലായി ചെയ്യുന്ന നേരത്തെ പറഞ്ഞൊരു പേസ് ഉണ്ടല്ലോ, ആ പേസ് വിട്ട് ഞാൻ കുറച്ച് ഹൈയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ ബേസിലേട്ടൻ എന്നെ വിളിച്ച് ഇതിനെ കൊണ്ടുപോകും സൈറ്റിലേക്ക് കൊണ്ടുവരും. ഇതിനെ ഈ ചെയ്യുന്നത് ഇത് കുറച്ച് മീറ്റർ വ്യത്യാസമാണ്, ഇങ്ങനെയല്ല ഈ പടത്തിന്റെ ഇത് പോകുന്നത്, നീ അത് വൃത്തിയായി ചെയ്യുന്ന പറഞ്ഞിട്ട് എനിക്കൊരു പേസ് പറഞ്ഞു. അത് ഞാൻ പോയി ചെയ്തു. അപ്പൊ പറഞ്ഞു ഇതിനെ ശരിയാവുന്നില്ല, അത് ശരിയാവുന്നില്ല, ഇത് ഒന്ന് മാറ്റി ചെയ്തു. അങ്ങനെ പുള്ളി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ബേസിലേട്ടൻ. കാരണം ഞാൻ അതുവരെയുള്ള ബാക്കി സീനുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ആ പടം ഏത് ബേസിലാണ് പോകുന്നത് എനിക്കറിയില്ല. ഈ ഒരു സാധനം വന്ന് പിന്നെ നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് വീണ് കിട്ടാൻ 1-2 ദിവസം വേണം വിശ്വസിക്കുന്നത്. നമ്മൾ ആ ഒരു പടത്തിന്റെ ഫ്ലോയ്ക്ക് നമ്മൾ ഒരു ദിവസം ഷൂട്ടിൽ എനിക്കുണ്ടായിരുന്നല്ലോ, ഒരു ദിവസം വരുന്നത് അഭിനയിക്കുന്നു പോകുന്നു, പെട്ടെന്ന് അതിലേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പം ഡയറക്ടർ സാറും DOP സാറും ജ്യോതിഷേട്ടനും എല്ലാം എനിക്ക് അങ്ങനെയല്ല ഇതിങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊരു പറഞ്ഞു തന്നു. ബേസിലായിട്ട് എനിക്കതിൽ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ഞാൻ ആ പടത്തിൽ അഭിനയിക്കാൻ മെയിനായിട്ട് പോകുന്ന തന്നെ ഇതില് പോകുന്നു, ബേസിലേട്ടനെ കാണുന്നു, ബേസിലേട്ടൻ വഴി
മുട്ടുപിടി അഭിനയിക്കുന്നത് എന്റെ നാട്ടിൽ തന്നെ, എനിക്ക് പുള്ളിനെ അറിയാം. ഓക്കെ. അപ്പം ഇതിൽ ബേസിലേട്ടനെ മുട്ടുന്നു, അടുത്ത വട്ടത്തിൽ ഞാൻ നായകനാവുന്നു. ആ മുട്ടുകൊള്ള പോകുന്നത്. അവിടെ പോകുന്നത് അഭിനയിക്കുന്നത് ശരിയാവുന്നില്ല, പണി പാളില്ലോ. അപ്പൊ പുള്ളി പറഞ്ഞത് ഇതിന്റെ അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്തു നോക്കുന്നു പറഞ്ഞ പുള്ളി എന്നെയാണ് എന്നെ ഈ എക്സെൻട്രിക്കായി എന്നെ ഒന്ന് സമാധാനിപ്പിച്ചു. അതുപോലെ എനിക്ക് തോന്നുന്നു അംബരീഷിന്റെ വീഡിയോസ് കാണുമ്പോഴേ നമ്മൾ ജസ്റ്റ് ഡാൻസ് ചെയ്യാൻ വേണ്ടി ചെയ്യാന്നല്ല, ഇയാളാ ചെയ്യുന്ന കാര്യം വളരെ എൻജോയ് ചെയ്തിട്ട് അല്ലെ? ഫ്രണ്ട്സിന്റെ കൂട്ടത്തിലാണേലും മഞ്ഞിനകത്ത് മറിഞ്ഞു വീഴുന്നതാണെങ്കിലും നമുക്ക് കാണുമ്പോ ഒന്ന് മഞ്ഞി പോയി മറിഞ്ഞു വീഴാനൊക്കെ തോന്നും. അതെന്താ സംഭവം അറിയോ, എന്റെ കൂടെ ചെയ്യുന്നത് എന്റെ ബ്രദറാണ്, കസിൻസ് ആണ്. അപ്പൊ എല്ലാവരും വിചാരിച്ചു ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്, അല്ലെങ്കിൽ എന്നെക്കാളും മൂത്ത ഒരാളാണ്. അല്ല, എന്റെ ബ്രദറാണ്, ഇളയതാ. അപ്പോൾ ഞാനും ഇവനോട് ചേർന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ പണ്ട് മുതലേ ആണെങ്കിൽ തന്നെയും കലാപരമായിട്ടുള്ള സംഭവത്തിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആകുന്ന ആൾക്കാരാണ്. അപ്പൊ എന്ത് ഒരു ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തൊരു സംഭവം ഇനി നമുക്ക് ചെയ്യാടാ എന്ന് പറയുമ്പോൾ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഇരുന്നു ഇവനാ. എടാ നമുക്ക് അങ്ങനെ ചെയ്യാം, നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഒരു എന്താ ഒരു ഒത്തൊരുമയാണ് ഞങ്ങളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി, ആ ഒരു വൈബ്. അപ്പോ ആ വൈബിൽ ഞങ്ങൾ ഡാൻസ് അല്ല, ഞങ്ങൾ പാട്ട് പാടിയാലും ഇങ്ങനെ തന്നെയാ. മനസ്സിലായില്ല, നമ്മളത് എൻജോയ് ചെയ്യണേ. ആ ഒരു ക്യാമറ ഓക്കെ, നമ്മൾ വീഡിയോ ഒക്കെ എടുക്കും ഓക്കെ, പക്ഷെ അത് ചെയ്യുമ്പോൾ അതിന്റെ രീതിയിൽ തന്നെ എൻജോയ് ചെയ്യണം. അങ്ങനെ ഒരു പോളിസി ഉണ്ട്. പൊതുവെ നമ്മളെ പോലീസുകാരുടെ മക്കളൊക്കെ ഭയങ്കര അവരെ പോലെ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടൊക്കെ, അല്ല ഡിസിപ്ലിൻ ഇല്ലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ എന്നാലും ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴേ അച്ഛൻ സീനാക്കൊന്നുമില്ലേ? സീനാക്കെന്ന് വെച്ചാൽ അച്ഛൻ റിട്ടയർ ആയി. അല്ല ഇപ്പഴല്ല, അപ്പോഴും ഞാൻ ഈ ആൽക്കഹോൾ സംഭവം അല്ല, എന്നാൽ പോലും ഈ മുടി നീട്ടി വളർത്തി അങ്ങനെ ചെയ്യുക. കാരണം ഇത് വൈറലാകുന്നുണ്ടല്ലോ. എനിക്കറിയായിരുന്നു ഇതെന്തായാലും പുറത്തു പോകുന്നുണ്ട്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് അതിലേക്ക് കാണും, സീനാകും. മെയിൻ വിഷയം എന്ന് പറഞ്ഞാലോ, എന്റെ ഫ്രണ്ട്സ് നമ്മളിപ്പം നമ്മുടെ ഫ്രണ്ട്സ് ഒരു കാര്യം നമ്മളെന്ന് പറയുമ്പോൾ സീനല്ലേ, അതുപോലെ അപ്പന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഇവര് വന്നിട്ട് അപ്പനോട് കാര്യടാ ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരും. ഞാനത് പ്രതീക്ഷിച്ചിരിക്കണേ. പക്ഷെ അപ്പൻ ഇങ്ങനെ ഒരു മെസ്സേജ് ഒക്കെ കാണിച്ചു തരും, എടാ നിന്റെ മോന്റെ വീഡിയോ കണ്ടു കേട്ടോ, അടിപൊളിയാണ്, സെറ്റപ്പ്, നല്ല രസമുണ്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞ എന്റെ മക്കളും വീഡിയോസ് കാണുന്നുണ്ട് അവരുടെ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോ അപ്പനൊരു പിന്നെ അന്ത കാലത്ത് നമ്മള് ചെയ്തു വെച്ചത് കുറെ കുരുത്തക്കേടുകൾക്കൊക്കെ ഉള്ള ഒരു കാരണം കൊണ്ട് കൂടി നമ്മളെ സ്ട്രിക്റ്റ് ആകുന്നത്. പിന്നെ പോലീസാണ്, അതിന്റെ ബേസിലും കുറച്ച് സ്ട്രിക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു സ്ട്രിക്റ്റും ഇല്ല. ഡാഡിയും എന്റെ കൂട്ടുകാരെല്ലാരും വന്നിട്ടുണ്ടായിരുന്നു. ഇന്റർവെൽ ആകുമ്പോ അവിടെയുള്ള എല്ലാവർക്കും എന്റെ അച്ഛൻ്റെ ഒക്കെ കാപ്പി. ഞാൻ കാപ്പി പിടിച്ചു ഇല്ല, എല്ലാവർക്കും സൈഡിൽ വാങ്ങിക്കൊടുത്ത്. അല്ല അന്നേരവേ നമ്മളിങ്ങനെ ആദ്യമായിട്ട് ഇത് ചെയ്യാമെന്നൊരു പ്ലാൻ വരണല്ലോ. അപ്പം സ്കൂളിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുമോ, ഡാൻസ് കളിക്കോ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? പിന്നെ പഠിത്തം ഒഴിച്ച് ബാക്കിയുള്ള കാര്യത്തിലേ മുന്നിലായിരുന്നു. ഇപ്പം ഞാൻ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ ഞാൻ കോട്ടയത്തുനിന്ന് ക്ലാസ് കട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ കലാഭവനിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. CBSE കൂടെ ആലോചിക്കണം. ഇപ്പോഴത്തെ CBSE ഭയങ്കര, പണ്ടത്തെ CBSE ഭയങ്കര സ്ട്രിക്റ്റ്. ഞാനിത് ഇടയ്ക്ക് പോയി പെട്ടുപോവുകയും ചെയ്ത്. അപ്പോൾ ഞാൻ ആ ടൈമിലൊക്കെ 9ൽ വെച്ചൊക്കെ ക്ലാസ് കട്ട് ചെയ്ത് ഇവിടെ കലാഭവനി വന്നിട്ട് മിമിക്രി, മൊണാക്ട് അങ്ങനെയുള്ള പരിപാടീസൊക്കെ പഠിച്ചിട്ട് തിരിച്ച് ഞാൻ 2:30 മെമൂനൊക്കെ കയറി നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആരും അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, എന്റെ ഇപ്പം കൂടെ ചെയ്യുന്ന അനിയെന്ന് പറഞ്ഞില്ല, കസിൻ, ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ്. രണ്ടുപേരുടെ വരുന്നേ. അല്ല അന്നേ സിനിമ മനസ്സിലുണ്ടായിരുന്നോ? ഇല്ല. സിനിമ എപ്പോഴാണ് മനസ്സിൽ വന്നത്? സത്യം പറ, സിനിമയിലോട്ട് വിളിച്ചപ്പോഴാണോ അല്ല ഈ വീഡിയോസ് ഒക്കെ വൈറലായപ്പോ ആരെങ്കിലും ഒക്കെ പറഞ്ഞു സിനിമയിലോട്ട് വിളിക്കാൻ സാധ്യതയുണ്ട്? വീഡിയോസ് വൈറലായി കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പറഞ്ഞില്ല, വിനോട്ടം പറഞ്ഞ പോലെ തന്നെ ഈ 8ാം ക്ലാസ് മുതലേ ഇതിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛനായാലും ആഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞു. നമ്മുടെ വീട്ടില് ഒരു ആഗ്രഹമില്ല. സിനിമ പറഞ്ഞ തെറ്റായി പോറില്ല, സിനിമ കാണാൻ ആഗ്രഹം പോലില്ലാത്ത ആൾക്കാരാ. കാരണം അവർക്ക് അതിന് ടൈമില്ല. അപ്പം പോലീസാണ്, അമ്മ സൂപ്രണ്ടാണ്, നേഴ്സിംഗ് സൂപ്രണ്ടാണ്, അതാണ് മെയിൻ കാര്യം. അപ്പം അങ്ങനെ ഒരു ഫാമിലി ഞാൻ വരുന്നത്. അപ്പൊ സിനിമ സമയമുള്ള എനിക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൽ നിന്നൊക്കെ ഇപ്പം മാറി. കാരണം അന്നത്തെ സാഹചര്യം അനുസരിച്ച് സാധ്യതകളില്ലായിരുന്നു. ആ സാധ്യതകൾ കുറവായപ്പോൾ നമുക്ക് ആ ചിന്ത മനസ്സിലോട്ട് വന്നില്ല. നമ്മൾ ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും എന്നുള്ള സീൻ മനസ്സിലോട്ട് വന്നില്ല. ഇപ്പോ സാധ്യതകൾ കുറച്ചുകൂടെ വലുതായപ്പോ നമുക്ക് നമ്മുടെ ചിന്തയും കുറച്ച് വലുതായി. അന്ന് നമുക്ക് പാരയൊക്കെ വെച്ച് ആരെങ്കിലും ഇപ്പൊ വന്നിട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞത് ഇവന് അടിപൊളിയാവും ഇല്ലേ, അങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഒരുപാടുണ്ടല്ലോ, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. ഇപ്പൊ നമ്മളന്ന് ഇഷ്ടപ്പെടില്ല എന്ന് മനസ്സിൽ വെച്ചവരൊക്കെ ഇപ്പൊ ഒന്ന് മെസ്സേജ് അയക്കുമ്പോ ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ രണ്ടുപേരുടെയും അടുത്ത പ്രോജക്ട്സ് എന്തൊക്കെയാ? സർപ്രൈസാ. ആണോ? GN കൃഷ്ണകുമാർ സാറും മുരളി ഗോപി ചേട്ടന്റെ ഒരു പുതിയൊരു സിനിമ വരുന്നുണ്ട്. അതിലൊരു ചെറിയൊരു വേഷമുണ്ട്. നഹാസിന്റെ
പരിപാടികൾ ചിലപ്പോൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ടിപ്പ് അപ്കമിങ് ഇങ്ങനെ കുറെ ആൾക്കാർ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ സിനിമ വരാൻ. ഓക്കെ, യൂട്യൂബേഴ്സിനോട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിനോട് അല്ലെങ്കിൽ റീൽസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരോട് പറയാനുള്ള ടിപ്പ് അംബരീഷ് പറ. എനിക്കും എന്നോടും പറയാം. ഇല്ല, നമ്മള് ആരും നമ്മളെ എതിർക്കും. നമ്മൾ റീൽസ് ആണ് മറ്റതാണ് ചെയ്യുന്നത് ഇതാണ് എന്നൊക്കെ എതിർക്കും. പക്ഷെ ഒരു പോയിന്റ് ഓഫ് ടൈമിലാകുമ്പോ അത് ക്ലിക്ക് ആവും സാറേ, ഉറപ്പാണ്. കാരണം നമ്മള് അത്രമേൽ നമ്മളത് ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ക്ലിക്ക് ആവും. കാരണം എന്റെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ടിക്ടോക്ക് ചെയ്യുന്ന സമയത്ത് അമ്മ പറയും, ഈ ഫോൺ നോക്കി എന്തിനടാ ഇരിക്കുന്നത്, അതെടുത്ത് കളഞ്ഞൂടെ. ഇപ്പം മിനിഞ്ഞാന്ന് കൂടി അമ്മ പറഞ്ഞടാ, പുതിയ സ്റ്റെപ്പുകൾ അച്ചു നീനും പഠിക്കണം. പുതിയ സ്റ്റെപ്പ് എന്നോട് പറഞ്ഞാൽ പുതിയ സ്റ്റെപ്പുകൾ പഠിക്കണം, വെറൈറ്റി സ്റ്റെപ്പുകൾ അച്ചു പഠിക്കണം. അതിനുവേണ്ടി ഞാൻ പണ്ട് ഡാൻസർ ആയിരുന്നല്ലോ, അപ്പം അതിനുവേണ്ടി ഇന്ന സാറന്മാരെ കാണണം. എന്നോട് പറഞ്ഞോണ്ടിരിക്കുക, ഏത് ഫോൺ മാറ്റി വെക്കടാ, നീക്ക് അതിൽ എന്ത് കിട്ടാനാന്ന് പറഞ്ഞ അമ്മ പുതിയ സ്റ്റെപ്പ് പഠിക്കണമെന്ന് പറയണേ. മിഥുനെന്താ പറയാനുള്ളത്? ഇപ്പം നമ്മളൊരു സാധനം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഉറപ്പായിട്ടും റിസൾട്ട് വരും. പക്ഷേ ഈ സിനിമ ആയതുകൊണ്ട് എന്ന് സംഭവിക്കുന്നുള്ള ഒരു ചെറിയൊരു വിഷയമുണ്ട്. കാരണം നമ്മളിപ്പോൾ ഈ മാസം ഇപ്പോൾ ഒരു പടം അഭിനയിക്കുകയാണെങ്കിൽ അത് തിയേറ്ററിൽ ഇറങ്ങാൻ ചിലപ്പോൾ ഈ കൊല്ലത്തിന്റെ എൻഡിലോ അടുത്ത കൊല്ലമൊക്കെ ആയിരിക്കും ചിലപ്പോൾ റിലീസാവും. ചിലപ്പം ഓൾറെഡി സ്റ്റാർ കാസ്റ്റ് ഒക്കെയാണ് ഡേറ്റ് അനൗൺസ് ചെയ്തൊക്കെയാണ് അതിന് മുന്നേ ചിലപ്പോൾ റിലീസാവും. പക്ഷെ അതിനൊരു ടൈം കൺസെപ്ഷൻ ഉണ്ട്. അതേപോലെ നമ്മളെ ഇതിനു വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ വർഷങ്ങളൊക്കെ അങ്ങ് ഓടി പോവും. ഞാൻ 2010 ട്രൈ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മളെ ഏജ് പോകുന്നതിനനുസരിച്ച് നമുക്ക് റെസ്പോൺസിബിലിറ്റീസും കൂടും. അപ്പോൾ ചിലപ്പോൾ ഒരു പോയിന്റിൽ ചിലപ്പോൾ നമ്മൾ വിടേണ്ടൊക്കെ ചിലപ്പോൾ ഒരു അവസ്ഥ വരും. വരാതിരിക്കണമെങ്കിൽ സൈഡായിട്ടൊരു ഇൻകം ഉണ്ടെങ്കിൽ നല്ലതായി. നമ്മുടെ പാരന്റ്സ് എന്നുള്ളത് നമുക്ക് അതാണല്ലോ ഫസ്റ്റ് നമ്മുടെ പ്രയോറിറ്റി. അപ്പോൾ അവരെ എപ്പോഴും കംഫർട്ടബിളായി വെക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കുറച്ചും കൂടി ലൈഫ് പാർട്ട്ണറും ഒക്കെ വരുമ്പോൾ പൈസ വേണം, മെയിൻലി പൈസ കയ്യിൽ വേണം. അപ്പം ഒരു പോയിന്റ് എന്ന് വെച്ചാൽ പൈസയും കൂടി ഇല്ലാതാകുമ്പോൾ ചാൻസും കൂടി കിട്ടാതാകുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് മൊത്തം പോകും. ഈ ചാൻസസ് ഇപ്പം എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ. ഇപ്പൊ ഞാനായാലും വന്നത് അങ്ങനെ ഒരു വഴിക്കല്ലേ. ഇതിനായിട്ട് അന്ന് വന്നത് ഭയങ്കര ചാൻസ് ഒക്കെ അങ്ങനെ ടൈപ്പ് ആണെങ്കിൽ ഇപ്പൊ അങ്ങനെ ആൾക്കാർക്ക് ഒരു എന്താ ഒരു മതിലില്ല, കേറി കൊളുത്താന്നുള്ള സോഷ്യൽ മീഡിയ അറിഞ്ഞ് വിളയാടുക, കേറി വരിക. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ലൈഫ് നെറ്റ് ടിവിയിലേക്ക് വന്നതിനും നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം ഷെയർ ചെയ്തതിനും. എനിക്കും കുറെ ഇൻസ്പിറേഷൻ ഒക്കെ കിട്ടി. അപ്പൊ എന്തായാലും എല്ലാ പരിപാടികളും അടിപൊളിയാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നിങ്ങൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. അഭിനയിക്കാൻ തുടങ്ങാന്ന് മനസ്സിലായി. അപ്പം സെറ്റ് എന്നല്ല വന്നത്, തമിഴ് സിനിമ ചെയ്തോണ്ടിരിക്കല്ലോ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് തമിഴ് സിനിമ പിന്നെ അല്ല എന്നിട്ടാണ് ഓൾ ദി വെരി ബെസ്റ്റ്. അടിപൊളിയാവട്ടെ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.